പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോക്കസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വേവ്സ് സെക്കൻഡ് ഫോക്കസിൽ കൺവേർട്ട് ചെയ്യും. ഇവിടെ നമുക്കൊരു എലിപ്സിൻ്റെ മോഡലാണുള്ളത്, അതൊരു വർക്കിംഗ് മോഡലാണ്. അതിനൊരു ബോൾ ഉണ്ട്, ബോൾ ഒരു ഫോക്കസ് വെച്ചിരിക്കുകയാണ്. അത് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അത് സെക്കൻഡ് ഫോക്കസിൻ്റെ അടുത്തൂടെ പോകും. അതിപ്പോൾ കാണാം, കുറേ പ്രാവശ്യം ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ സെക്കൻഡ് ഫോക്കസിൻ്റെ അടുത്തൂടെ തന്നെ പോകുന്നുണ്ട്. അത് ഒരു വർക്കിംഗ് മോഡലായിട്ട് കൂട്ടാം. ഈ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്നതാണ് കിഡ്നി സ്റ്റോൺ ട്രീറ്റ്മെൻറ്റ്, ലിതോട്രിപ്സി. ലിതോട്രിപ്സി എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ ട്രീറ്റ്മെൻ്റ് ആണ്. അതിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു എലിപ്സിൻ്റെ ഒരു ഫോക്കസിൽ കൺവേർട്ട് ചെയ്തിരിക്കും. കിഡ്നി സ്റ്റോണിന് ഒരു ഫോക്കസിൽ അഡ്ജസ്റ്റ് ചെയ്യും, മറ്റേ ഫോക്കസിൽ ഷോക്ക് വേവ് ജനറേറ്റേഴ്സ് ആണുള്ളത്. ഈ ജനറേറ്റർ ഉണ്ടാകുന്ന ഷോക്ക് വേവ്സ് ആ കിഡ്നി സ്റ്റോണിനെ ഷാറ്റർ ചെയ്യും, സെക്കൻഡ് ഫോക്കസ് വന്ന് കൺവേർട്ട് ചെയ്ത് ഷാറ്റർ ചെയ്യും. അതാണ് ലിതോട്രിപ്സി എന്ന ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് 40,000 ആണ് ഫോർ നോർമൽ പീപ്പിൾ. ആ മെഷീൻ്റെ കോസ്റ്റ് 60 lakhs. ആ മെഷീൻ്റെ പേരാണ് ലിതോട്രിപ്റ്റർ. ആ ലിതോട്രിപ്റ്റർ ഉപയോഗിച്ചാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. കിഡ്നി എന്ന് പറയുന്ന ഒരു ഹാഫ് എലിപ്സോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ എലിപ്സോയിഡ് കവർ ചെയ്യാനായിട്ട് ലിതോട്രിപ്റ്ററിന് ഒരു ഹാഫ് എലിപ്സോയിഡ് പാർട്ടുണ്ട്. ആ എലിപ്സോയിഡ് പാർട്ടും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് എലിപ്സായി. എന്നിട്ട് ഇവിടുത്തെ മോഡലിലെ പോലെ തന്നെ ഒരു ഫോക്കസിൽ കിഡ്നി, മറ്റേ ഫോക്കസിൽ ഷോക്ക് വേവ് ജനറേറ്റേഴ്സ്. ഈ ജനറേറ്റർ ഉണ്ടാകുന്ന ഷോക്ക് വേവ്സ് തന്നെ ഷാറ്റർ ചെയ്യുന്നത്. ഇതൊരു 1 hour പ്രൊസീജിയറാണ്, അതിന് ഓപ്പൺ സർജറി ആവശ്യമില്ല. ഇതൊരു മേജർ അഡ്വാൻറ്റേജ് ആണ് മെഡിക്കൽ ഫീൽഡിൽ. അതുകൊണ്ട് മാത്തമാറ്റിക്സിന് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു റോളുണ്ട് എന്ന് നമുക്ക് പറയാം. എൻ്റെ ടോപ്പിക് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണ്. ഇൻ്റഗ്രലിൻ്റെ ഡിഫൻസിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മിസൈൽ ട്രാക്കിംഗ് സിസ്റ്റം സാറ്റലൈറ്റ്സ് വഴിയുള്ള വേവ്സിനെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ പാത്ത് കണ്ടുപിടിച്ച് സാറ്റലൈറ്റ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ പാത്ത് ഫോളോ ചെയ്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ ഡെസ്റ്റിനി എത്ര ദൂരത്താണെന്നുള്ള ഏരിയ കണ്ടുപിടിച്ച് അതിലേക്ക് മിസൈൽ ഹിറ്റ് ചെയ്ത് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു പർപ്പസാണ് ഡിഫൻസിൽ ഇതിനുള്ളത്. ഡിഫൻസ് പർപ്പസിൽ നമുക്ക് ഒരു പ്രത്യേക എയിമിൽ നമ്മൾ മിസൈൽ ടാർഗറ്റ് ചെയ്ത് അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. നമുക്ക് ട്രിഗണോമെട്രി എന്നൊരു ശാഖയെക്കുറിച്ച് അറിയാം. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ പ്രധാനമായും പണ്ട് കാലത്ത് അത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ മുഖേനയായിരുന്നു അത് വളർന്നിരുന്നത്. എന്തെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ട്രിഗണോമെട്രി എന്ന് കേട്ടാൽ പ്രധാനമായും ഓർമ്മ വരുന്ന വാക്കുകളാണ് സൈൻ, കൊസൈൻ എന്ന് തുടങ്ങിയവ. പക്ഷേ ഇവയെല്ലാം വിദേശികളുടെ പേരിലാണ് കിടക്കുന്നത്. ഇത് പ്രധാനമായും നമുക്ക് ഭാരതീയരെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം, കാരണം നമ്മളിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സൈൻ എന്ന പദത്തിന് പകരം ആര്യഭടൻ തൻ്റെ ഗ്രന്ഥത്തിൽ അർദ്ധജാവ് എന്ന് ഉച്ചരിച്ചിരുന്നു. അർദ്ധജാവ് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളിൽ ജാവ് അല്ലെങ്കിൽ ജീവ എന്ന് ഉച്ചരിച്ചു. ഇത് അറബിയിലേക്ക് കടന്നപ്പോൾ ജൈബ്, ജിബ എന്നായി. ഇത് ലാറ്റിനിലേക്ക് കടന്നപ്പോൾ സമാനാർത്ഥമുള്ള സൈനസും ഇംഗ്ലീഷിൽ ഇത് സൈനായി മാറുകയും ചെയ്തു. അപ്പോൾ നാം ഓർക്കണം, നമ്മുടെ സൈൻ അല്ലെങ്കിൽ ട്രിഗണോമെട്രിയിലെ പ്രധാന കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കുന്നത് ഭാരതീയരാണ്, വിദേശീയരല്ല. നമ്മൾ ഭാരതീയരായി വളർന്നു വരുന്ന സമൂഹമെങ്കിലും ഇത് മനസ്സിലാക്കണം. ഒരു ഭാരതീയനായി എനിക്കെന്തുകൊണ്ട് സൈൻ, കൊസൈൻ വിലകൾ കണ്ടെത്തിക്കൂടാ എന്നുള്ള ചിന്തയാണ് ഈ ആശയത്തിലേക്ക് നയിച്ചത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു 30 cm ലൈൻ എടുക്കുന്നു. എന്നിട്ട് 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി മുതൽ 8 ഡിഗ്രിയുള്ള ലൈൻസ് രണ്ട് സൈഡിലും എടുത്തുകൊണ്ട് ഇവിടുത്തെ 10 ഡിഗ്രി ലൈനും ഇവിടുത്തെ 8 ഡിഗ്രി ലൈനും കൂട്ടിച്ചേർത്ത് 8 പെയർ ലൈൻസ് ചേർന്ന് 8 റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നു. ഹൈപ്പോട്ടന്യൂസ് കോൺസ്റ്റൻ്റ് ആയി എടുക്കുകയും നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് അളന്ന് കണ്ടെത്തുകയും ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ വാല്യൂസും കോസൈൻ വാല്യൂസും ഇങ്ങനെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ സൈൻ 10 മുതൽ സൈൻ 90 വരെ കാണുമ്പോൾ അത് 0-ൽ നിന്ന് 1-ലേക്ക് ഉയരുന്നതും കോസ് വാല്യൂസ് 1-ൽ നിന്ന് 0-ലേക്ക് താഴുന്നതായി കാണാൻ സാധിച്ചു. സൈൻ 10 ഡിഗ്രിയാണ് നമുക്ക് കാണേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ 10 ഡിഗ്രി ലൈൻ ഇതുകൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് 90 ഡിഗ്രി എതിരെ കിടക്കുന്ന വശം 30 cm നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ത്രെഡ് വെച്ച് 5 cm കണ്ടുപിടിക്കുന്നു. അങ്ങനെ 6/30 വെച്ച് നമുക്ക് സൈൻ തീറ്റ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോസ് വാല്യൂകളും 10 ആണ് നമുക്കിപ്പോൾ കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സൈൻ 10 കാണാനായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ ഇതാണ്. ഇപ്പോൾ ഈ ആംഗിൾ 10 ഡിഗ്രിയാണ്. നമുക്കറിയാം സൈൻ വാല്യൂകൾ കണ്ടെത്തുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് കോൺസ്റ്റൻ്റ് ആയി 30 cm നമ്മൾ എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ത്രെഡ് കൊണ്ട് അളന്ന് സ്കെയിലുമായി യോജിപ്പിച്ച് 5.5 cm എന്ന് കാണുന്നു. നമുക്കറിയാം സൈൻ 10 ഇപ്പോൾ കാണണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 30 cm ഓപ്പോസിറ്റ് സൈഡ് ബൈ 5 cm എന്നും കിട്ടുകയുണ്ടായി. ഇപ്പോൾ സൈൻ 10 നമുക്ക് വേണമെങ്കിൽ 5/30 എന്ന് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈൻ 10 ഇപ്പോൾ പരിഗണിക്കപ്പെട്ട വാല്യൂവിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രത്യാശിക്കാം. അങ്ങനെ ഈ മോഡൽ ഉപയോഗിച്ച് സൈൻ 10 മുതൽ സൈൻ 80 വരെയുള്ള വാല്യൂകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോസ് വാല്യൂകളും. ഇപ്പോൾ നമുക്ക് സൈൻ 50 കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ 50 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിളാണ്.
ആ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാ 50 ഡിഗ്രി ആംഗിൾ വരുന്ന ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡും ഹൈപ്പോട്ടനീസ് ഇതുമാണ്. എല്ലാ ട്രയാങ്കിളിലും ഹൈപ്പോട്ടനീസ് നമ്മൾ 30 സെൻറ്റിമീറ്റർ ആയി കോൺസ്റ്റൻ്റ് ആയി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഓപ്പോസിറ്റ് സൈഡ് sin 50യുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അളക്കാം. sin 50 കൺസിഡർ ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഇതാണല്ലോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ത്രെഡ് വെച്ച് അളക്കുകയും അത് 24 സെൻറ്റിമീറ്റർ ആണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ sin 50 എന്ന് വെച്ചാൽ 24/30 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം ട്രിഗോണോമെട്രി എന്നത് ഗണിതത്തിലെ വളരെ വലിയ ഒരു ശാഖയാണ്. എന്നാൽ അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ട്രിഗോണോമെട്രിയിലുള്ള പല സംഭവങ്ങളും വളരെ എളുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇതിൽ കാണാവുന്നത് പോലെ ഈ മോഡലിൽ ഞാൻ 2 പോയിന്റുകൾ 2 സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന തരത്തിൽ ഒരു പോയിന്റ് എക്സ് ആക്സിന് പാരലായിട്ടും മറ്റൊന്ന് വൈ ആക്സിന് പാരലായിട്ടും ഞാനിതിൽ എടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകളുടെ മൂവ്മെൻറ്റ് തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ഈ വർക്കിംഗ് മോഡൽ പുരോഗമിക്കുന്നത്. നമുക്കറിയാം. പിന്നെ ഞാനിതിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതൊരു യൂണിറ്റ് സർക്കിൾ ആയിക്കൊണ്ടാണ്. അതായത് ഇതിൻ്റെ റേഡിയസ് 1 ആയതുകൊണ്ട് അതിൻ്റെ സർക്കംഫറൻസ് 2π വരുള്ളൂ. അതുകൊണ്ട് ഓരോ ക്വാഡ്രൻറ്റും π/2 ആണ് സർക്കംഫറൻസ് വരിക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു എക്സാമ്പിളായി കാണിക്കുന്നുണ്ട്. ഞാൻ എക്സ് എന്നുള്ള പോയിന്റ് ഒരു π/2 നീക്കുകയാണ് ചെയ്യുന്നത്. ഈ π/2 നീക്കുമ്പോൾ അതേപോലെ എക്സ് ആക്സിലും ആ π/2 എന്നുള്ള നീളമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. വൈ ആക്സിൽ അത് 1ലേക്ക് പോയി. അതായത് എക്സ് π/2 വരുമ്പോൾ വൈ 1 ആകുന്നു. അടുത്തൊരു π/2 നീക്കി പൈയിലേക്ക് എത്തുമ്പോൾ എക്സ് പൈയിലേക്ക് എത്തുമ്പോൾ വൈ 0ലേക്ക് എത്തി. പിന്നീട് എക്സ് 3π/2 വരുമ്പോൾ വൈ -1ലേക്ക് വന്നു. ഈ ഒരു ബന്ധത്തിൽ നിന്നാണ് ഈ 2 പോയിന്റുകൾ y = sin x എന്നുള്ള രൂപത്തിലാണ് ഈ y എന്നുള്ള പോയിന്റും എക്സ് എന്നുള്ള പോയിന്റും നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇത്തരത്തിൽ ഒരു വൃത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം അളവുകളെ വളരെ എളുപ്പത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ വളരെ കാര്യപ്പെട്ട ഒരു യൂസാണ്. എളുപ്പത്തിൽ വൃത്തത്തിൻ്റെ ഭാഗമായി π/2 പോലെയുള്ള അളവുകളെ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരു നീക്കത്തിൻ്റെ ഭാഗം കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നു. പിന്നെ അതുപോലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു sin 1 ആണ് കാണണമെങ്കിൽ റേഡിയൻ മെഷറിൽ നമ്മൾ ഒരു യൂണിറ്റ് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ് ഇതിൽ എക്സ് എന്നുള്ള ഈ അളവ് 1ലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയും y എന്നുള്ള അളവ് 0.06 സംതിങ്ങിനോട് അടുത്തു. അതായത് ഈ sin 1ൻ്റെ വാല്യൂ നമുക്ക് ഞങ്ങളുടെ എളുപ്പത്തിൽ കാണിക്കാം. ഇങ്ങനെ കോസിൻ്റെയാണ് കാണെങ്കിൽ ഇതേപോലെ sin 1 എടുത്തതിന് ശേഷം ഒരു π/2 ആഡ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് കോസിൻ്റെ വാല്യൂവും കണ്ടെത്താൻ കഴിയും. ഇതുവരെ നമ്മൾ പറഞ്ഞത് 2 പോയിന്റ്സിനെ പറ്റിയിട്ടാണ്. ഇനി ഈ ഒരു പോയിന്റ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിൻ്റെ മാത്രം മൂവ്മെൻറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അതിന് ടൈമുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയും. ഈ പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു സെക്കൻഡിൽ ഈ വാല്യൂ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് y = sin x എന്നുള്ള ഭാഗത്ത് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് t എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് ഒരു സെക്കൻഡിലാണ് അത്രയും ദൂരം അത് കവർ ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് കുറച്ചിട്ട് ഇത് 2 സെക്കൻഡ് കൊണ്ടാണ് ഇതേ ദൂരം നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് ഈ ദൂരം കവർ ചെയ്യുന്നതെങ്കിൽ നമുക്കത് y = sin 2t എന്നുള്ള അളവായിട്ട് കണക്കാക്കാം. ഇങ്ങനെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ള ഈ ഭാഗവും ഈ മോഡലിലൂടെ നമുക്ക് കാണിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു വശം എന്നുള്ളത് നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്ന ചെയ്തു പഠിക്കുക എന്നുള്ള അങ്ങനെയുള്ള രീതികളിലൂടെ പറയുന്നത് പോലെ ഇതിൻ്റെ ഗ്രാഫ് സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും ഒക്കെ ഗ്രാഫ് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഈ മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയുള്ള ആ മൂവ്മെൻറ്റ് വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ സൈനിൻ്റെയും കോസിൻ്റെയും ഗ്രാഫ് നേരത്തെ നമ്മൾ വാല്യൂസ് കണ്ട അതുപോലെ തന്നെ ഈ ചാനൽ അവിടെ നിർത്തിക്കൊണ്ട് മോഡലിൻ്റെ മൂവ്മെൻറ്റിലൂടെ സൈനിൻ്റെ ഫങ്ഷൻ ഗ്രാഫ് ഈ പോയിന്റ് തിരിയുന്നതിൽ ഒരു പേനയോ മറ്റോ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നത് സൈനിൻ്റെ ഗ്രാഫാണ്. അതൊരു π/2 ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത് കോസിൻ്റെ ഗ്രാഫാണ്. അങ്ങനെ ഗ്രാഫുകൾ വരയ്ക്കാമെന്നുള്ളത്. അതുപോലെ നമുക്ക് അറിയാം വളരെ പരിചിതമായ ഒരു ഭാഗമാണ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ഭാഗം. നമുക്കറിയാവുന്ന പോലെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. എന്നാൽ അത് ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു വഴി, അതിനുള്ളൊരു പ്രൂഫല്ല എങ്കിലും അത് അങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ 0യിൽ നിന്ന് നേരത്തെ സംഭവിച്ച അതേ ഡിസ്റ്റൻസ് ആ മൂവ്മെൻറ്റ് ഇതിന് സംഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏകദേശം എക്സും വൈയും ഈ ഭാഗത്ത് ഒരേ രൂപത്തിലാണ് മൂവ് ചെയ്യുന്നത്.
അത് ഒരു ഏകദേശം എക്സിനോട് അനുപാതികമായിട്ടാണ് വൈ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വൺ എന്നുള്ളൊരു രൂപത്തിലാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കാം. ഇനി ഇത് വണ്ണിലേക്ക് എത്തുമ്പോൾ ഇവിടെ എത്തുന്തോറും ഒരു കല്ല് മുകളിലേക്ക് എറിയുന്നത് പോലെ സ്പീഡ് കുറഞ്ഞ് അവസാനം നിശ്ചലമായി 0 ആയിക്കൊണ്ട് തിരിച്ചു വരുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇത് π/2 എത്തുമ്പോൾ അത് 0 ആണ്.